വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മൂന്നാം താലപ്പൊലി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പതിവ് പോലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തെക്കേ നടയിലെ കുരുമ്പക്കാവിലമ്മയുടെ സന്നിധിയിൽ നിന്ന് 9 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ച് വൈകിട്ടോടെ ക്ഷേത്രം സന്നിധിയിൽ എത്തിച്ചേർന്നു. എഴുന്നള്ളിപ്പിന് അന്നമനട പരമേശ്വരന്മാരാരുടെ പഞ്ചവാദ്യവും പെരുവനം സതീശന്മാരാരുടെ മേളവും അകമ്പടിയായി. മറ്റു ദിവസങ്ങളിൽ ക്ഷേത്രം തെക്കേ നടയിൽ നിന്നാരംഭിക്കുന്ന രാത്രി എഴുന്നള്ളിപ്പ് വ്യാഴാഴ്ച എടവിലങ്ങ് 18:30 കോവിലകത്ത് നിന്നാണ് ആരംഭിക്കുക. വെള്ളിയാഴ്ച നടക്കുന്ന രാത്രി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആനപ്പുറത്ത് നിന്ന് ദേവിയുടെ കോലം താഴെ ഇറക്കുന്നതോടെ ക്ഷേത്ര ചടങ്ങുകൾക്ക് സമാപനമാകും. ശനിയാഴ്ച രാവിലെ 6 നടക്കുന്ന കതിനവെടിയോടെയാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി ആഘോഷത്തിന് സമാപനമാകുക. പെരിഞ്ഞനത്ത് വീട്ടുപറമ്പിലുണ്ടായ ഭീമൻ കാച്ചിങ്ങ കൗതുകമായി. മഹ്ലറ പള്ളിക്ക് സമീപം താമസിക്കുന്ന പുതിയ വീട്ടിൽ ഇബ്രാഹിമിന്റെ വീട്ടുപറമ്പിലാണ് നൈജീരിയൻ ഇനത്തിൽപ്പെട്ട 150 കിലോയോളം തൂക്കം വരുന്ന കാച്ചിങ്ങ വിളഞ്ഞത്. 4 വർഷം മുമ്പാണ് പെരിഞ്ഞനം ഓണപ്പറമ്പ് സ്വദേശിയിൽ നിന്നും കാച്ചിങ്ങയുടെ തണ്ട് ഇയാൾ വാങ്ങി നട്ടത്. വ്യാഴാഴ്ച 2 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മണ്ണിനടിയിൽ നിന്നും കാച്ചിങ്ങ പുറത്തെടുത്തത്. കൃഷിയിൽ തൽപരനായ ഇദ്ദേഹത്തിന്റെ വീട്ടുപറമ്പിൽ വാഴ, കാബേജ്, കോളിഫ്ലവർ, തക്കാളി, പടവലം, മുളക് എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. നിരവധി പേരാണ് ഭീമൻ കാച്ചിൽ കാണാനെത്തുന്നത്. പുതിയകാവ് മഹല്ല് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് കമ്മിറ്റിയുടെ 7ാം വാർഷികാഘോഷവും പൊതുസമ്മേളനവും മഹല്ല് ഖത്തീബ് പി കെ സെയ്ദ് മുഹമ്മദ് ബാഖവി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് എസ് എ സിദ്ദീഖ് അധ്യക്ഷനായിരുന്നു. മുസ്തഫ അഷ്റഫി കക്കുപ്പടി മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് പ്രസിഡന്റ് വി എ ജമാലുദ്ദീൻ, ഷറഫുദ്ദീൻ മൗലവി വെന്മേനാട്, ഷിഹാബുദ്ദീൻ അൽ ഹസനി, എം കെ അബ്ദുൽ ഖാദർ, വി എസ് മുഹമ്മദ് ഇൻസാം എന്നിവർ പ്രസംഗിച്ചു. പാരമ്പര്യം അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അതാണ് പരിശുദ്ധ ഇസ്ലാം എന്ന വ്യക്തമായൊരു രൂപരേഖ, ഒരു റൂട്ടാണ് നമ്മുടെ മുമ്പിൽ ചാലിച്ച് കാണിച്ചു തന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലെ 5 നേരത്തെ പ്രാർത്ഥനയാണ്. ഇത് മുസ്ലിമാണെങ്കിൽ അവൻ ചെയ്തിരിക്കണം, ഇത് ചെയ്യാത്ത ഒരാൾ മുസ്ലിമുമല്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്താണ് ഈ പ്രാർത്ഥനയിൽ അവൻ അള്ളാഹുവിനോട് പറയുന്നത്? നേരായ പാതയെ നീ എനിക്ക് കാണിച്ചു തരണേ, ചൊവ്വായ പാതയിൽ എന്നെ നീ ചേർക്കണേ എന്നാണ്. അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ 5 വിശേഷണങ്ങൾ എടുത്തു വെച്ച് ബിസ്മിയിലൂടെ, ഹംദിലൂടെ
അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വരെ അള്ളാഹുവിൻ്റെ ആ സിഫാത്തുകൾ എടുത്തു വെച്ചിട്ട് പിന്നാണ് നമ്മൾ അവനോട് ഈ കാര്യം ആവശ്യപ്പെടുന്നത്. അത് എല്ലാ മുസ്ലിമും ചെയ്യണം. ചെറിയ കുട്ടിയാണെങ്കിലും മുതിർന്ന ആളാണെങ്കിലും യുവാവാണെങ്കിലും യൗവന പ്രസരത്തിലാണെങ്കിലും ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ മരണത്തോട് മല്ലടിക്കുന്ന ആളാണെങ്കിലും ഇത് ഓതിയിരിക്കണം, ഇത് ഓതി നിസ്കരിച്ചിരിക്കണം, നിർബന്ധമാണ്. മതിലകം കൂളിമുട്ടത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. പ്രാണിയാട് സ്വദേശി വാത്തിയടത്ത് റഹീമിന്റെ ബൈക്കാണ് നശിപ്പിച്ചത്. സീറ്റ്, ടയർ എന്നിവ കുത്തിക്കീറുകയും കേബിളുകൾ, പെട്രോൾ ടാങ്കിലേക്കുള്ള പൈപ്പ് എന്നിവ മുറിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട്. ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന രേഖകളും ഹെൽമറ്റും മോഷണം പോയിട്ടുണ്ട്. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം പതിവാണെന്ന് വീട്ടുകാർ പറയുന്നു. റഹീം മതിലകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വിതരണം ചെയ്ത വളം ഉപയോഗിക്കാത്ത കർഷകർ സർവീസ് സഹകരണ ബാങ്ക് ഡിപ്പോയിൽ ജനുവരി 25-നകം വളം തിരികെ നൽകി ഗുണഭോക്തൃ വിഹിതം കൈപ്പറ്റേണ്ടതാണെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കേരള സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി രൂപീകരണ യോഗം ശനിയാഴ്ച വൈകിട്ട് 4-ന് കൈപ്പമംഗലം 3 പീടികയിലെ വ്യാപാര ഭവനിൽ ചേരും. സംസ്ഥാന പ്രസിഡന്റ് മോഹൻ വെൺപുഴശ്ശേരി, വിനോദ് കുമാർ, PV രാധ, ശ്യാം ധർമ്മൻ, സോണിയാഗിരി, ദിനേശ് മേനോൻ, ഷൈജൻ ശ്രീവത്സം, സജീവൻ പാലക്കൽ, പ്രതാപൻ നെല്ലിക്കത്തറ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ, കത്തയക്കൽ സമരവുമായി ഭൂവുടമകൾ രംഗത്ത്. പാചകവാതക വിലവർദ്ധനവിനെതിരെ CPM നടത്തുന്ന നിരാഹാര സമരം 2ാം ദിവസവും തുടരുന്നു. ദേശീയ സ്കൂൾ കായികമേളയിൽ വെള്ളി മെഡൽ നേടിയ VD അഞ്ജലിക്കും പരിശീലകൻ കണ്ണനും നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന്റെ അനുമോദനം. കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് ഭക്തജന സഞ്ചയം. ആഘോഷം വെള്ളിയാഴ്ച സമാപിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.